السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. നമ്മുടെ രഹസ്യവും പരസ്യവും ഒന്നായിരിക്കണം. അഥവാ ജനങ്ങൾക്കിടയിലാകുമ്പോൾ നാം നന്മകൾ ധാരാളം ചെയ്യുന്നു, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ജനങ്ങൾ കണ്ടാൽ എന്നെ മോശക്കാരനായി ചിത്രീകരിക്കുമോ, ജനങ്ങൾ എന്നെ കണ്ടാൽ അവർക്കിടയിൽ ഞാൻ വഷളാകുമോ എന്നൊക്കെ ഭയപ്പെട്ട് ജനങ്ങളെ മുമ്പിൽ ലജ്ജിച്ചുകൊണ്ട് നാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഒറ്റക്കാകുമ്പോൾ ആരുമില്ലാത്ത അവനവൻ്റെ പ്രൈവറ്റ് റൂമിലോ മറ്റോ ഒക്കെ ആകുമ്പോൾ ഹറാമ് കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനുമൊക്കെ നാം തുനിയുന്നുവെങ്കിൽ നാം ഏറ്റവും വലിയ മോശക്കാരനായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് നമുക്കത് മറച്ചു വെക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വേണ്ടാവൃത്തികൾ ജനങ്ങൾ കാണുന്നതിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞാലും എല്ലാം കാണുന്ന കാരുണ്യവാനായ റബ്ബിൻ്റെ മുന്നിൽ നിന്നും മാറി നിൽക്കുക നമുക്ക് സാധ്യമേ അല്ലല്ലോ. ജനങ്ങളോട് ലജ്ജ കാണിക്കുന്നതിനേക്കാൾ കൂടുതലായി നാം ലജ്ജ കാണിക്കേണ്ടത്, ഹയാ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിൻ്റെ മുമ്പിൽ നമുക്കൊന്നും തന്നെ മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ രഹസ്യവും പരസ്യവും ജനങ്ങൾക്കിടയിലാകുമ്പോഴും ഒറ്റക്കാകുമ്പോഴും ഏതൊരു സാഹചര്യത്തിലും നാം നല്ലത് പ്രവർത്തിക്കാനും നല്ലത് കാണാനും നല്ലത് ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, ഇന്നല്ലദീന യഖ്ശൂന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കരീം. അദൃശ്യമായ സാഹചര്യത്തിൽ അഥവാ ഒറ്റക്കാകുമ്പോൾ ആരും കാണാനില്ലാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു തആല ഒരുക്കി വച്ചിട്ടുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. മാ കരിഹ്ത അൻ യറാഹു നാസു മിൻക ഫലാ തഫ്അൽഹു ബിനഫ്സിക ഇദാ ഖലൗത. നീ ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ വെറുക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന, ജനങ്ങൾ എന്നെ മോശക്കാരനായി ചിത്രീകരിക്കുമെന്ന് നീ പേടിക്കുന്ന ഒരു കാര്യം, അതൊരിക്കലും നീ ഒറ്റക്കാകുമ്പോൾ നിൻ്റെ സ്വന്തം ശരീരത്തോട് ചെയ്യാൻ പാടില്ല. അഥവാ ജനങ്ങൾക്കിടയിൽ ഏതൊരു അവസ്ഥയിലാണോ നീ ഉള്ളതെങ്കിൽ ആ മാന്യമായ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം, ആ നല്ലൊരവസ്ഥയിൽ തന്നെ ആയിരിക്കണം. നീ ഒറ്റക്കാകുമ്പോഴും നിൻ്റെ പ്രൈവറ്റ് റൂമിലാകുമ്പോഴും അതല്ലെങ്കിൽ മറ്റാരും കാണാത്ത സ്ഥലത്താകുമ്പോഴും ഏതൊരു സാഹചര്യത്തിലും നിൻ്റെ രഹസ്യവും പരസ്യവും അത് നന്നാവണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയൊരു ഉപദേശമാണത്. ഈ ഉപദേശം നാം ശിരസാ വഹിക്കാൻ തയ്യാറായാൽ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം തയ്യാറായാൽ, മാന്യമായി ജീവിച്ച് ആരുടെ മുമ്പിൽ വഷളാകാതെ ജീവിച്ച് അവസാനം ആഖിറത്ത് നന്നായി നല്ല നിലക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.